ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ. അമ്മ ഇപ്പൊ നാട്ടിലൊക്കെ എത്തിയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ പെൻഡിങ് വെച്ചേക്കുവാണ്. എത്രയും പെട്ടെന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലാണ് കേട്ടോ. ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ഈ കാണുന്നതാണ് എയിൻ ദുബായ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ബ്ലൂ വാട്ടേഴ്സും എയിൻ ദുബായി ഒക്കെ ഒരുപാട് വ്യൂസ് കാരണം ഞാൻ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ. പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് കാഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ വിചാരിച്ചു എടുത്തേക്കാം, ഒരു രസമല്ലേ അന്ന്. കാരണം നമുക്ക് എത്ര വട്ടം വന്നാലും, ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു 5-6 വട്ടമെങ്കിലും ബ്ലൂ വാട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു അയ്യോ കണ്ട് കണ്ട് മടുത്ത സ്ഥലം എന്നൊരിക്കലും തോന്നത്തില്ല കേട്ടോ. അത് UAE-യിലെ സ്ഥലത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരിടത്ത് പോലും നമുക്ക് അങ്ങനെ ഒരു ആവർത്തന വിരസത തോന്നത്തില്ല. ഓരോ വട്ടം പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അവിടെ കാണും, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാസ് അവരവിടെ ചെയ്തിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വട്ടം പോകുമ്പോഴും കണ്ട് കണ്ട് മടുത്തി, എന്താ ഇത് വീണ്ടും, നമുക്ക് അങ്ങനെ തോന്നത്തില്ല കേട്ടോ. ഈവൻ കോർഫക്കാൻ ബീച്ചിലാണെങ്കിൽ പോലും ഈ ആഴ്ച പോകുമ്പോൾ മീൻസ് കഴിഞ്ഞ ആഴ്ച പോയതിനേക്കാളും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഈ ആഴ്ച പോകുമ്പോൾ കാണും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പെങ്കിലും എക്സ്ട്രാ തുറന്നിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു മുഷിച്ചിൽ തോന്നത്തില്ല. എനിക്ക് ഈ അടുത്തിടയ്ക്ക് ആകെ അങ്ങനെ ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്തത് നമ്മുടെ ന്യൂ ഇയറിന്റെ നമ്മുടെ ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക്സ് ആട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് ബോറടിച്ചു. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ടും ഒരേ പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നി. അതല്ലാതെ UAE-യിലെ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നത്തില്ല കേട്ടോ. എന്തോ അത് നമുക്ക് കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നത്തില്ല. അതൊരു സത്യമാണ് കേട്ടോ. അപ്പം ബാക്ക് ടു ദ പോയിന്റ്. ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞു തന്നേക്കാം, ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ് കേട്ടോ ബ്ലൂ വാട്ടേഴ്സ്. മറീനയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. ആ വലിയ വലിയ ബിൽഡിങ്സ് കാണുന്നതെല്ലാം മറീന ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലൂ വാട്ടറിൽ അവിടെ വലിയൊരു പാലമുണ്ട്. ആ പാലം നമുക്ക് നടന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് മറീന ഏരിയയിലോട്ട് പോവാം. ആ കാണുന്ന വലിയ ബിൽഡിങ്സ് ഒക്കെയാണ് മറീന ഭാഗമൊക്കെ. ബ്ലൂ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളും പിന്നെ മാഡം തുസാൻസിന്റെ മ്യൂസിയവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ആ ഒരു കനാലിൽ കൂടെ ഒരുപാട് യാച്ചുകളും ബോട്ടുകളും കുട്ടി കുട്ടി ഷിപ്പുകളും, ഷിപ്പെന്ന് പറയുമോ അതിനെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ പാർട്ടിയും അതും ഒക്കെ ആയിട്ട് നല്ല ഓളത്തില് താഴെ കൂടെ അതിങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്ത് കാണും കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഡെപ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ എന്താ പറയാ, ദുബായിയുടെ ഒരു ഭംഗി തന്നെ കാണാം ഇതിൽ കൂടെ ഒക്കെ. നല്ല നല്ല ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പം ഞാൻ 2018 കേട്ടോ ഇവിടെ വരുന്നത്. 2017 കണ്ണൻചേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ്. ആ സമയത്തൊന്നും ഇത് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ബ്ലൂ വാട്ടർ ഐലൻഡിന്റെ ഒരു പുതിയ കാഴ്ചയായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അമ്മ പറഞ്ഞു നല്ല സ്ഥലം. അമ്മ ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ബ്ലൂ വാട്ടേഴ്സ്. അപ്പം അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ ഞാൻ 5-ാമത്തെ 6-ാമത്തെ വട്ടം അങ്ങാണ്ടും ഇവിടെ വരുന്നേന്ന്. അപ്പൊ അമ്മ അയ്യോ, എന്നിട്ട് മോക്ക് മടുപ്പൊന്നുമില്ല. പക്ഷെ നമുക്കതിനെ മടുക്കത്തില്ല. കാരണം ഞാൻ 2018 ആദ്യമായിട്ട് ബ്ലൂ വാട്ടറിൽ വന്നത്. അന്നേരം വരാൻ കാരണം ഇതുപോലെ ഹസ്ബൻഡിന് ഇവിടെ 1-2 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടാണ്, ആളിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അന്ന് ഇവിടെ ഇങ്ങനെ വന്നത്. അന്നാണെങ്കിൽ വിരലിലെണ്ണാവുന്ന വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതങ്ങനെ പബ്ലിക്കിലോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലം. അപ്പൊ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ ഇടുമ്പം പലരും ചോദിച്ചിട്ട് ഇത് എവിടെയാ, ഇത് ദുബായിൽ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കുടയൊക്കെ കണ്ടിട്ട്, ആ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു കുട പോലെ ഇരിക്കുന്നത്, അതൊക്കെ അന്നിങ്ങനെ അതുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുപോലെ തന്നെ എയിൻ ദുബായ് ഒന്നും ഇത്രയും ഫുള്ളി ഫിനിഷ്ഡ് ആയിരുന്നില്ല സംഭവം. ഫുള്ളി അതൊന്നും ആയിരുന്നില്ല, എല്ലാം കവർ ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. അതുപോലെ ഈ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കടകളുടെ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്റർലോക്ക് ഒന്നും, തറയിലൊക്കെ ഫുള്ള് മണ്ണൊക്കെ ആയിരുന്നു, ഇങ്ങനെ പഞ്ചാര മണ്ണൊക്കെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒട്ടും തന്നെ ഡെവലപ്പ് ആയിരുന്നില്ല ആ ഒരു ഭാഗം. ജസ്റ്റ് അവർ ആ ഐലൻഡ് ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പണികൾ, ഇങ്ങനെ മെയിനായിട്ടുള്ള പണികളൊക്കെ നടന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അന്നാണെങ്കിൽ നമുക്ക് ആ ഒരു ഭയങ്കര അതുകൊണ്ട് എനിക്ക് ഓരോ വട്ടം കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഇത് കണ്ടു കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോവാണേ.
എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഡൗൺ ടൗൺ ദുബായിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻസ് ഈ വീഡിയോ എടുത്ത ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്രയൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ തോന്നും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ ഓണാക്കി കൊണ്ട് നടത്തും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, ഞാൻ വീഡിയോ എടുത്തു. അപ്പം നമ്മൾ നടന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു ഫൗണ്ടൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. ഇപ്പം വാട്ടർ ഫൗണ്ടൻ്റെ ടൈമും കൂടുതലാണ്, ഇടയ്ക്കത്തെ ഇൻ്റർവെൽസിൻ്റെ ടൈമും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പ്രാവശ്യം ഒത്തിരി പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഒത്തിരി പല ടൈപ്പ് ഉംബ്രിക്ക ഇച്ചിരി ഉള്ള കുഞ്ഞി പട്ടിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടു. കുഞ്ഞുങ്ങളാണോ വലുതാണെന്ന് അറിയത്തില്ല, എന്താ സൈസ് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പല ടൈപ്പ് പട്ടിക്കുഞ്ഞുങ്ങൾ കണ്ടു. കാരണം എടുത്തു പറയാൻ കാണാം പതിവില്ലാതെ ഒത്തിരി എണ്ണത്തിനെ കണ്ടു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതാ നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത വാട്ടർ ഫൗണ്ടൻ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് ലേസർ ഷോയും ലൈറ്റ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് എപ്പോഴും ഒരു കാം ആൻഡ് ഒരു കൂൾ ഒരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് നേരത്തെ ഷാർജയിൽ താമസിച്ച സമയത്ത് മിക്കവാറും ഞാനും ഹസ്ബൻഡും വന്നിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. വീക്കെൻഡിലൊക്കെ ഇങ്ങോട്ടേക്ക് മാറിയ ശേഷമാണ് ആക്സസ് കുറവായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വല്ലപ്പോഴൊക്കെ പോകുന്നത്. പിന്നെ ഈ ഒരു സംഭവം കണ്ട അപ്പൂപ്പന്താടി പോലത്തെ ഇതൊരു എന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കിത് കാണുന്നത്. അപ്പൂപ്പന്താടി കാണുന്ന ആ ഒരു ഇതില്ലേ, അതുപോലെ തോന്നും. നല്ല രസമാണ്, ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതേ ഞാൻ പറഞ്ഞത് അടുത്ത പട്ടിക്കുട്ടി ഒരുപാട് എണ്ണത്തിന് അന്ന് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്ന് പറഞ്ഞത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ വാട്ടർ ഫൗണ്ടനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കേൾക്കാത്ത ഏതൊരു പാട്ടായിരുന്നു കേട്ടോ. പിന്നെ ഏത് പാട്ടായാലും ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അപ്പം അടിച്ചു തരും. കാർ ഇടിച്ചോ? ഒയ്യോ, ആദ്യക്കൊണ്ട് ഇവിടെ കാറ് കളിക്കോട്ടെ. അപ്പം ആദ്യത്തെ കാർ ഇടിച്ചു എന്നാണ് വന്ന് പറയുന്നത്. അവിടെ അവൻ പിന്നെ സ്വന്തമായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തോളൂ. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ ആംബുലൻസിനൊക്കെ വിളിച്ച് പുള്ളിക്കാരൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അങ്ങനെ ബാക്ക് ടു വാട്ടർ ഫൗണ്ടൻ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി വിത്ത് മ്യൂസിക് കാണിച്ചാൽ ഇതിനൊക്കെ ഒരു എഫക്റ്റ് ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ നമുക്കൊരു രസവും തോന്നത്തില്ല. വിത്ത് മ്യൂസിക് ഇടാനും ഒക്കത്തില്ല, അപ്പം തന്നെ കോപ്പിറൈറ്റും വരും കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു. എനിക്ക് തോന്നുന്നു പാരഗണിൽ നിന്നാണ് കയറി ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് കോർഫക്കാനിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം ഒരു 12-12:30 എങ്ങാണ്ടൊക്കെ ആയി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.